നമ്മൾ ഒരു ദൈവസങ്കല്പത്തെയോ ഒരു മതത്തെയോ ഒന്നും അവഹേളിക്കാൻ ഒന്നുമല്ല. ഈ തരത്തിലുള്ള ചരിത്ര വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അതിന് അത്ര പ്രാധാന്യമേ കൊടുക്കേണ്ടതുള്ളൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അതിനെ കാര്യങ്ങൾ ക്രമീകരിക്കുക. ഈ മതത്തിന്റെ പേരിലോ ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെ ഒക്കെ പേരിൽ ഈ പറയുന്ന ആക്രമണങ്ങൾ ചെയ്ത് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തികൾ ഏർപ്പെട്ട് മനുഷ്യരുടെ ശാന്തി സമാധാനമുള്ള ജീവിതം ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യർ പോകാതിരിക്കാൻ ഈ വസ്തുതകൾ നമ്മൾ അറിയൽ നിർബന്ധമാണ്. ഈ കണ്ണീരുകൾക്കും നൊമ്പരങ്ങൾക്കും അതുപോലെ തന്നെ നിരപരാധികളായ ഒരുപാട് മനുഷ്യരുടെ രക്തം ചിന്തിയിട്ടുമൊക്കെയാണ് ഈ തരത്തിലുള്ള സൗധം പണിതിട്ടുള്ളത്. അത് മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ഒക്കെ ആയാലും അതെല്ലാം ആക്രമണങ്ങളാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്, മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. അതിനെ ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമായി എന്നുള്ളത് കൊണ്ട് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ വർഗീയത ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് മനുഷ്യരാണ് എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിച്ച് പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും താങ്ങും തണലുമായിക്കൊണ്ടൊക്കെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ.